ഉച്ച കഴിഞ്ഞ് മിക്ക ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് രാവിലെ തന്നെ തുണിയൊന്ന് അലക്കാനിടുന്നതാണ് കേട്ടോ. ഇന്നലത്തെ തുണിയൊന്ന് കുറച്ച് ഉണങ്ങിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആദ്യം റെഡിയാക്കി പിന്നെ ഇന്നത്തെ തുണിയൊക്കെ അലക്കാനും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മച്ചി. പിന്നെ ഇതേ ഗോതമ്പ് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ കുറച്ച് തേങ്ങ ചിരവിയതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിധിക്കുട്ടി ഇന്ന് എൻ്റെ ഒപ്പം തന്നെ എഴുന്നേറ്റു. അതുകൊണ്ട് പണികളൊക്കെ ഇന്ന് കുറച്ച് പയ്യാണ് കേട്ടോ നീങ്ങിയത്. അവൾ നമ്മുടെ ഒപ്പം തന്നെ ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ ഞാനൊരു ഫ്ലൈങ് കിസ് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും കാണിക്കുന്നതാണ്. അങ്ങനത്തെ ഗോതമ്പപ്പം ചുട്ടെടുക്കാൻ കേട്ടോ. അവന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കുഞ്ഞു അപ്പമാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. പിന്നെ ഗോതമ്പപ്പം തിന്ന് മടുത്തു കേട്ടോ ഇപ്പോൾ. കാരണം മിക്ക ദിവസം ഇപ്പോൾ ഗോതമ്പപ്പാണ് ഉണ്ടാക്കുന്നത്. അതായത് പ്രത്യേകിച്ച് രാത്രിയിൽ ചോറ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ച് ഒന്ന് കലക്കിയെടുത്ത് ചുട്ടാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മടുപ്പായി തുടങ്ങി. അപ്പോൾ ഇത് രാവിലെ കഴിക്കാൻ പറ്റും നമ്മൾ 2 കേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഉച്ചക്കത്തേക്ക് നമ്മൾ ആ ചുട്ടെടുത്ത കുട്ടി അപ്പം അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കടലക്കറിയും കൂടി വെച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ അവൻ്റെ ലഞ്ച്. പിന്നെ ചോറ് ഞാൻ പറഞ്ഞല്ലോ ആസ് യൂഷ്വൽ വലിയ പിടുത്തമില്ല, ചോറിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ അതെല്ലാം അടച്ച് പൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചു. അതിന് ശേഷമാണ് അവനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് പോയത്. അവനെ റെഡിയായിക്കൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ട് നിധിക്കുട്ടി അവൻ്റെ ടാഗ് എടുത്ത് കഴുത്തിലിടുന്നു. ആ സാധനം അവൾക്ക് കാണാനേ പാടില്ല. എവിടെ വെച്ച് കണ്ടാലും അതെടുത്ത് കഴുത്തിലിട്ടുകൊണ്ട് നടക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും എന്താ ടവൽ എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ്റെ പോക്കറ്റിൽ വെക്കാൻ നോക്കുന്നതാണ്. പിന്നെ ഞാൻ അവളെ പിടിച്ച് മടിയിലിരുത്തി അവളെ കൊണ്ട് എന്നെ ടാഗ് ഇടിയിപ്പിച്ചു കേട്ടോ. അപ്പം ആൾക്ക് ഭയങ്കര സന്തോഷമായി. അതിൽ അവൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ കണ്ടിട്ട് ഇക്കാക്ക എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അത് ഉമ്മ കൊടുക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇവളെ കാണാതെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാനും അഫിയും കൂടിയിട്ട് ഇറങ്ങുന്നത്. കാരണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ആകെ സീനാവും, അവളെയും കൂടി കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടിട്ട് അവളെ അടുക്കളയിലേക്ക് മാറ്റാൻ പറയും മറ്റുമിശോടെ. എന്നിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ഇന്നിപ്പം അറബിയുടെ എക്സാമാണ് അവന്. അതുകൊണ്ടിട്ട് നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യിക്കായിരുന്നു. അങ്ങനെ ഈ വഴിയാണ് കേട്ടോ ഇന്ന് പോകുന്നത്. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മളിത് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ എത്തി അപ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.